ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കെമിസ്ട്രിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് കാൾഡ് ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ച സോളിഡ് സ്റ്റേറ്റിനേക്കാളും രണ്ടാമത് പഠിച്ച സൊല്യൂഷനേക്കാളും കുറച്ച് ടഫായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതേസമയം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്ററും കൂടെയാണ്. ഓക്കെ, നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷന് 2 to 3 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. ബോർഡ് എക്സാമിന് 4 മുതൽ 5 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി. വാട്ട് ഈസ് ഇലക്ട്രോ കെമിസ്ട്രി? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. അത് കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ്. ആ ബ്രാഞ്ചിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? വി ആർ ഡീലിംഗ് വിത്ത് ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയും അതേപോലെ കെമിക്കൽ എനർജിയും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ അവരുടെ കൺവേർഷൻ, ഇതൊക്കെയാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ എവിടെയാണോ റെഡോക്സ് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്തിരുന്നത് അവിടെ വെച്ചാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ റെഡോക്സ് റിയാക്ഷനിൽ പഠിച്ച ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, ഈ കാര്യം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ഓക്സിഡേഷൻ? എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ? ഓക്സിഡേഷൻ പറയാൻ 3 മെത്തേഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ക്ലാസിക്കൽ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, ദെൻ ഇലക്ട്രോണിക് കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റും പഠിച്ചിട്ടുണ്ട്. ഈ 3 മെത്തേഡിലൂടെ നമ്മൾ എങ്ങനെയാണ് ഓക്സിഡേഷൻ, ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പ്രധാനമായും വേണ്ടത് ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ആണ്. എന്തായിരുന്നു ഇലക്ട്രോണിക് കോൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ? ഓക്സിഡേഷൻ കോൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇലക്ട്രോണിക് കോൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് എങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ, റിമൂവൽ ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. റിമൂവൽ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രോസസ് എന്താണ്? ഓക്സിഡേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ റിഡക്ഷൻ എന്ന് പറയുന്ന സംഭവം എന്തായിരിക്കും? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോൺ കൊടുക്കുന്ന പ്രോസസ് ഓക്സിഡേഷനും ഇലക്ട്രോൺ വാങ്ങുന്ന പ്രോസസ് എന്തുമാണ്? റിഡക്ഷനുമാണ്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഈ ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ സോഡിയം എന്ന് പറയുന്ന ഒരു മെറ്റൽ എടുത്തു. ആ സോഡിയം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറുന്നു? Na+ ആയിട്ട് മാറുന്നു. ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് Na+ ആയിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് ഈ കോൺസെപ്റ്റ് പ്രകാരം എന്ത് പറയാം? സോഡിയം എന്ന് പറയുന്ന എലമെന്റിന് ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് പറയാം. പറഞ്ഞൂടെ? യെസ്. അതേപോലെ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. ഫോർ എക്സാമ്പിൾ, അവിടെയുള്ള Na+ എന്ന് പറയുന്ന ആള് ഒരു ഇലക്ട്രോൺ വാങ്ങി സോഡിയമായി മാറിയാൽ അതെന്താ? റിഡക്ഷൻ ആണ്. ഓക്കെ, ഇനി കോപ്പർ 2+ എന്ന് പറയുന്ന ആള് 2 ഇലക്ട്രോൺ വാങ്ങി കോപ്പറായി മാറിയാൽ അതെന്താണ്? റിഡക്ഷൻ ആണ്. ഇനി Fe3+ എന്ന് പറയുന്ന ആള് ഒരു ഇലക്ട്രോൺ വാങ്ങി Fe2+ ആയി മാറി, ഇതും റിഡക്ഷൻ ആണ്. കാരണം ഇവിടെയെല്ലാം ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത്. മുകളിൽ നടന്നത് എന്താണ്? റിലീസിങ് ഓഫ് ഇലക്ട്രോൺ ആണ്, ഡൊണേറ്റിംഗ് ഓഫ് ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോണെ ലൂസ് ചെയ്യുന്ന പ്രോസസ് ആണ്. അപ്പോൾ അതെന്താണ്?
ഇതെന്താണ്? ഓക്സിഡേഷൻ ആണ്. ഇതെന്താണ്? റിഡക്ഷൻ ആണ്. ഈ കാര്യമാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് എത്തുമ്പോൾ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓക്സിഡേഷൻ, അതേപോലെ എന്താണ് റിഡക്ഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക് പതുക്കെ മൂവ് ചെയ്യാം. ഇലക്ട്രോ കെമിസ്ട്രിയിൽ എത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കെമിക്കൽ എനർജിയും അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജിയും തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ആദ്യം സൂചിപ്പിക്കാനുള്ളത് 2 ടൈപ്പ് സെല്ലുകളാണുള്ളത്. ഒന്നാമത്തെ സെല്ല് നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോലിറ്റിക് സെല്ലാണ്. എന്ത് സെല്ലാണ്? ഇലക്ട്രോലിറ്റിക് സെല്ലാണ് ആദ്യത്തത്. രണ്ടാമത്തത് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. എന്താണ്? ഇലക്ട്രോലിറ്റിക് സെൽ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇത് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് ഇലക്ട്രോലിറ്റിക് സെല്ല് എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അതായത് ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ആക്ച്വലി സംഭവിക്കുന്നത് ഇലക്ട്രോളിസിസ് ആണ്. എന്താണ് ഇലക്ട്രോളിസിസ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്ന പ്രോസസ് ആണല്ലോ ഇലക്ട്രോളിസിസ്. അപ്പോൾ ആ ഇലക്ട്രോളിസിസ് നടക്കുന്ന സെല്ലാണ് ഇലക്ട്രോലിറ്റിക് സെല്ല്. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ കെമിക്കൽ എനർജി അവിടെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്ന സെല്ലിനെ ഇലക്ട്രോലിറ്റിക് സെല്ല് എന്ന് വിളിക്കാം. അപ്പോൾ രണ്ടാമത്തെ എന്താ? ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ കെമിക്കൽ എനർജി എന്ത് ചെയ്യപ്പെടുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പൊ 2 സെല്ലുകളാണുള്ളത്. ഒന്ന് ഇലക്ട്രോലിറ്റിക് സെൽ, ദെൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്താ സംഭവിക്കുന്നത്? ഈ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. ഇനി നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ച് നമ്മൾ ഇവിടെ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് ഗാൽവാനിക് സെല്ലിനെ കുറിച്ചാണ്. എന്താണ്? ഗാൽവാനിക് സെല്ല്. ഈ ഗാൽവാനിക് സെല്ല് ആക്ച്വലി നമ്മൾ റെഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗാൽവാനിക് സെല്ലിലെ ഡാനിയൽ സെല്ല് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ റെഡോക്സ് റിയാക്ഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ വൈൻഡ് അപ്പ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഗാൽവാനിക് സെല്ല് എന്നാണ്. വാട്ട് ഈസ് ഗാൽവാനിക് സെൽ? ഗാൽവാനിക് സെൽ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ഇതെന്താണ്? ഒരു സിമ്പിൾ ഡിവൈസ് ആണ്. എന്താണ്? ഗാൽവാനിക് സെൽ ഒരു സിമ്പിൾ ഡിവൈസ് ആണ്. ഈ ഡിവൈസ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? അതിവിടെ പറഞ്ഞു. കെമിക്കൽ എനർജിയെ എന്താക്കി കൺവേർട്ട് ചെയ്യാനാണ്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഗാൽവാനിക് സെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗാൽവാനിക് സെല്ലിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് വോൾട്ടൈക് സെൽ. വോൾട്ടൈക് സെൽ, അത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഗാൽവാനിക് സെൽ ഈസ് അതർവൈസ് കോൾഡ് വോൾട്ടൈക് സെൽ. ഇനി ഗാൽവാനിക് സെല്ലിന്റെ ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചിരുന്ന ഡാനിയൽ സെല്ല് എന്ന് പറയുന്നത്. എന്ത് സെല്ലാണ്? ഡാനിയൽ സെല്ല്. ഈ ഡാനിയൽ സെൽ എന്താ? നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ പറയട്ടെ. എന്താണ് ഇലക്ട്രോലിറ്റിക് സെല്ല്? അത് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന സെല്ലാണ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്? നേരെ ഓപ്പോസിറ്റ്, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന സെല്ലാണ്. എന്താണ് ഗാൽവാനിക് സെൽ ഓർ വോൾട്ടൈക് സെൽ എന്ന് പറഞ്ഞാൽ? നമ്മുടെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു സിമ്പിൾ ഡിവൈസ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഇലക്ട്രോണിക് ഡിവൈസിനെയാണ് നമ്മൾ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെൽ എന്ന് വിളിക്കുന്നത്. അതിന്റെ ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഡാനിയൽ സെല്ല് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബീക്കർ എടുത്തു അല്ലെ? ആ ബീക്കറിൽ നമ്മൾ എന്ത് ഫില്ല് ചെയ്തു? നമ്മൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഫില്ല് ചെയ്തു. സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു
ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തു വെച്ചു. ആ ഇലക്ട്രോഡ് ഏതായിരുന്നു? സിങ്ക് ആയിരുന്നു. ഇത് മാത്രമാണോ ഉള്ളത്? അല്ല. ഇതേപോലെ ഒരു ബീക്കർ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് എടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുന്നത് എന്ത് സൊല്യൂഷൻ ആയിരുന്നു? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആയിരുന്നു. അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ച ഇലക്ട്രോഡ് ഏതായിരുന്നു? അത് കോപ്പർ ഇലക്ട്രോഡ് ആയിരുന്നു, അല്ലെ? അപ്പൊ സിങ്ക് ഇലക്ട്രോഡ് ഇസ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് കോപ്പർ ഇലക്ട്രോഡ് ഇസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇതാണ് ആദ്യം നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഈ രണ്ട് ഇലക്ട്രോഡിനെയും ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു ഗാൽവനോമീറ്റർ വെക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഉപയോഗിച്ച് രണ്ട് ഇലക്ട്രോഡിനെയും നമ്മൾ കണക്ട് ചെയ്തു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്താണ്? ഈ രണ്ട് സൊല്യൂഷനെയും കണക്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടായിരുന്നു? ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പ് ട്യൂബ് ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് എന്നാണ് വിളിച്ചിരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ അവരെ കണക്ട് ചെയ്തിട്ടുണ്ട്, സാൾട്ട് ബ്രിഡ്ജിലൂടെ ഈ രണ്ട് ഇലക്ട്രോലൈറ്റുകൾ അഥവാ സൊല്യൂഷൻസിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഇവിടെ എന്ത് പ്രോസസ്സാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇവിടെയുള്ള ഇലക്ട്രോഡ് ഏതാണ്? ഇവിടെയുള്ള ഇലക്ട്രോഡ് സിങ്ക് ഇലക്ട്രോഡാണ്. ആ സിങ്ക് എന്ത് ചെയ്യുന്നു? അവിടെയുള്ള സിങ്ക് മെറ്റൽ സിങ്ക് ഇലക്ട്രോഡ് എന്താ ചെയ്യുന്നത്? രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് Zn2+ ആയിട്ട് മാറുന്നു. അയോൺ ആയതുകൊണ്ട് ഇവിടെ അക്വസ് സൊല്യൂഷന്റെ Q കൊടുക്കാം. പ്ലസ് എന്താണ്? രണ്ട് ഇലക്ട്രോണുകളാണ്. അഥവാ ഈ ഇലക്ട്രോഡിലുള്ള സിങ്ക് എന്തായിട്ട് ഇലക്ട്രോലൈറ്റിലേക്ക് വരുന്നു? Zn2+ ആയിട്ട് ഇലക്ട്രോലൈറ്റിലേക്ക് വരുന്നു. ഇവിടെയുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ ഇങ്ങോട്ട് പോയിട്ട് ഏത് ഇലക്ട്രോഡിലേക്ക് എത്തുന്നു? കോപ്പർ ഇലക്ട്രോഡിലേക്ക് എത്തുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ പറയട്ടെ, ആ രണ്ട് ഇലക്ട്രോണുകൾ ആ കോപ്പർ ഇലക്ട്രോഡിൽ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് വിചാരിക്കുക. കോപ്പർ എവിടെയാണ് ഉള്ളത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലാണുള്ളത്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? Cu2+ഉം അതേപോലെ തന്നെ SO4 ഇതല്ലേ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഉണ്ടാവുക. അപ്പൊ ഈ സിങ്കിൽ നിന്ന് വന്ന ഇലക്ട്രോണുകൾ അത് കോപ്പറിൽ എത്തിയിട്ടുണ്ട്. ആ കോപ്പറിൽ എത്തിയിട്ടുള്ള ഇലക്ട്രോണിനെ ആര് സ്വീകരിക്കുന്നു? ഇലക്ട്രോലൈറ്റിലുള്ള കോപ്പർ 2+ സ്വീകരിക്കുന്നു. അപ്പൊ നോക്ക് നിങ്ങൾ, കോപ്പർ 2+ എന്താ ചെയ്യുന്നത്? രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. എവിടുന്ന് വന്ന ഇലക്ട്രോണ്? സിങ്കിൽ നിന്ന് വന്ന ഇലക്ട്രോണ്. അപ്പൊ എന്തായിട്ട് മാറുന്നു? ആ കോപ്പർ 2+ കോപ്പറായിട്ട് മാറുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആരാണ് ഇലക്ട്രോണിനെ കൊടുത്തത്? സിങ്ക് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോഡിനെ നമുക്ക് എന്ത് വിളിക്കാവുന്നതാണ്? ആനോഡ് എന്ന് വിളിക്കാവുന്നതാണ്. എന്ത് വിളിക്കാവുന്നതാണ്? ആനോഡ് എന്ന് വിളിക്കാവുന്നതാണ്. കാരണം ഇലക്ട്രോണിനെ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡാണ് എന്തെന്ന് പറയുന്നത്? ആനോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കോപ്പർ 2+ എന്ന് പറയുന്ന ആള് രണ്ട് ഇലക്ട്രോൺ വാങ്ങി. ഇലക്ട്രോണിനെ വാങ്ങുന്ന പ്രോസസ്സ് എന്താ? ഇലക്ട്രോണിനെ വാങ്ങുന്ന പ്രോസസ്സ് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അത് കാഥോഡ് എന്നാണ്. എന്താ വിളിക്കുക? കാഥോഡ് എന്നാണ് വിളിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംശയം, എന്തുകൊണ്ട് സിങ്ക് ഇലക്ട്രോണിനെ കൊടുത്തു, എന്തുകൊണ്ട് കോപ്പർ കൊടുക്കുന്നില്ല? ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിന് പകരം അവിടുന്ന് ഇങ്ങോട്ട് വന്നൂടെ എന്നൊരു സംശയം ഉണ്ടാവും. നിങ്ങൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിച്ചിട്ടുണ്ട്, അഥവാ റിയാക്ടിവിറ്റി സീരീസ് റെഡോക്സിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, ഇവിടെ നമുക്കത് പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡും നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ
റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? സിങ്കിനാണ്. റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? സിങ്കിനാണ്. അതുകൊണ്ടാണ് സിങ്ക് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത്, കോപ്പർ അത് വാങ്ങാൻ നിൽക്കുന്നത്. ഓക്കെ, ഇനി തിരിച്ചായിരുന്നെങ്കിലോ, ഈ കോപ്പറിനാണ് റിയാക്ടിവിറ്റി കൂടുതലെങ്കിലോ അത് ഇങ്ങോട്ട് വരും. പക്ഷെ ആക്ച്വലി എന്താണ്? സിങ്കിനാണ് കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഡാനിയൽ സെല്ലില്, ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലില് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് സിങ്ക് ആണ്. അതേപോലെ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത് കോപ്പർ ആണ്. ഈ ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്, കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. എന്താ ഓക്സിഡേഷൻ? സിങ്ക് Zn2+ ആയി മാറുമ്പോൾ 2 ഇലക്ട്രോൺ കൊടുക്കുന്നു. കോപ്പർ 2+ 2 ഇലക്ട്രോൺ വാങ്ങുന്നു, എന്നിട്ട് കോപ്പർ ആയിട്ട് മാറുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ ഓക്സിഡേഷൻ ആനോഡിലും റിഡക്ഷൻ കാഥോഡിലുമാണ് ഡാനിയൽ സെൽ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണ്? ഇവിടെ ഓക്സിഡേഷനും ഉണ്ട്, റിഡക്ഷനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? റെഡോക്സ് റിയാക്ഷൻ ഉണ്ട്. എന്താ റെഡോക്സ് റിയാക്ഷൻ? ഇഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി, ദാറ്റ് ഈസ് കോൾഡ് റെഡോക്സ് റിയാക്ഷൻ. അങ്ങനെയല്ലേ? എന്താണ് ഇവിടെയുള്ള ഓക്സിഡേഷൻ? നന്നായി ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെയുള്ള ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ? ഇവിടെയുള്ള ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ Zn എന്ന് പറയുന്ന സോളിഡ് എന്തായിട്ട് മാറുന്നു? Zn2+ 2 ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. എന്താണ് ഇവിടെയുള്ള റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? കോപ്പർ 2+ എന്ന് പറയുന്ന ആള് 2 ഇലക്ട്രോൺ വാങ്ങിയിട്ട് എന്തായിട്ട് മാറുന്നു? കോപ്പർ ആയിട്ട് മാറുന്നു. ഇതാണല്ലോ സംഭവം. ഇത് നമ്മൾ അങ്ങ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ റിയാക്ഷൻ എന്താ? ലെഫ്റ്റ് സൈഡിലുള്ളത് Zn ആണ്. Zn ഒരു സോളിഡ് ആണ്. പിന്നെ ഉള്ളത് ആരാണ്? കോപ്പർ 2+ ആണ്. കോപ്പർ 2+ അതെന്താണ്? അക്വസ് സൊല്യൂഷൻ സ്റ്റേറ്റിലാണ്. ഈ ഇലക്ട്രോണും ക്യാൻസൽ ചെയ്യും. അതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ റൈറ്റ് സൈഡ് നോക്ക്, ഇവിടെ Zn2+ ആണ്. Zn2+ അത് സ്വാഭാവികമായിട്ടും അക്വസ് സൊല്യൂഷൻ സ്റ്റേറ്റിലാണ്. പ്ലസ് എന്താണ്? കോപ്പർ ആണ്. കോപ്പർ എന്താണ്? ഒരു സോളിഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ Zn എന്ന് പറയുന്ന ആള് Zn2+ ആയി. അതെന്താണ്? ഓക്സിഡേഷൻ ആണ്. കോപ്പർ 2+ എന്തായിട്ട് മാറി? കോപ്പർ ആയിട്ട് മാറി. അത് റിഡക്ഷൻ ആണ്. ഈ റെഡോക്സ് റിയാക്ഷൻ ആണ് നമ്മുടെ ഈ ഡാനിയൽ സെല്ലിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് ഡാനിയൽ സെല്ല്? അതൊരു ഗാൽവാനിക് സെല്ലാണ്. എന്താ ഗാൽവാനിക് സെല്ല്? അത് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. അഥവാ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന സെല്ലാണ്. ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റെഡോക്സ് റിയാക്ഷൻ ആണ്. ഈ റെഡോക്സ് റിയാക്ഷൻ നടക്കുമ്പോഴാണ് ഇവിടെ എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ് അഥവാ ഇലക്ട്രിസിറ്റി അഥവാ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നത്? ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഈ റെഡോക്സ് റിയാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഡാനിയൽ സെല്ലിൽ നടക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ, ഇവിടെ എന്താണ്? റിഡക്ഷൻ ആണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ഈ ഒരു സെഷനെ നമുക്ക് എന്ത് വിളിക്കാവുന്നതാണ്? ഒരു ഹാഫ് സെല്ല് എന്ന് വിളിക്കാവുന്നതാണ്. ഇതൊരു ഹാഫ് സെല്ലാണ്, ഇത് മറ്റൊരു ഹാഫ് സെല്ലാണ്. ഈ 2 ഹാഫ് സെല്ലും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഡാനിയൽ സെല്ല് എന്ന് പറയുന്നത്. ഇനി ഹാഫ് സെല്ല് എന്ന് വിളിക്കുന്നതിന് പകരം റെഡോക്സ് കപ്പിൾ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഇതൊരു റെഡോക്സ് കപ്പിളാണ്, ഇത് റെഡോക്സ് കപ്പിളാണ്. വേണമെങ്കിൽ ഇതൊരു ഓക്സിഡേഷൻ റെഡോക്സ് കപ്പിളാണ്, ഇത് റിഡക്ഷൻ റെഡോക്സ് കപ്പിളാണ്. ഇത് ഓക്സിഡേഷൻ ഹാഫ് സെല്ലാണ്, ഇത് റിഡക്ഷൻ ഹാഫ് സെല്ലാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഒരു കാര്യം, ഇവിടെ നമ്മൾ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ടുണ്ട്. ആരെയാണ് വെച്ചിട്ടുള്ളത്? സാൾട്ട് ബ്രിഡ്ജ്. ഈ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ആരാണ് സാൾട്ട് ബ്രിഡ്ജിനകത്തുള്ളത്? സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു യു ഷേപ്പിലുള്ള ട്യൂബ് നമ്മൾ ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ആരുമില്ലേ? അതിനകത്തുണ്ട്. ആരാ ഉള്ളത്? ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകളാണുള്ളത്. ആരാളുള്ളത്? ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകൾ. ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകളുടെ എക്സാമ്പിളാണ് നമ്മുടെ പൊട്ടാസ്യം ക്ലോറൈഡ്, അതേപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ് KNO3 ഒക്കെ എന്താണ്? ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകളുടെ എക്സാമ്പിളുകളാണ്. അപ്പോൾ ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകളാണ് സാൾട്ട് ബ്രിഡ്ജിനകത്തുള്ളത്. അപ്പോൾ വീണ്ടും സംശയം, എന്താണ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഇനേർട്ട് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുന്നില്ല?
ഈ ഇലക്ട്രോഡ് റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ അല്ലെങ്കിൽ റെഡോക്സ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. അതായത് ഈ സാൾട്ട് ബ്രിഡ്ജിൽ ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകൾ ഉണ്ടാവും, പക്ഷെ അവർ ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, കെമിക്കൽ റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കുന്നില്ല. മറിച്ച് ഈ ഹാഫ് സെല്ലിലുള്ള ഒരു അയോണിന് വേണമെങ്കിൽ ഈ സാൾട്ട് ബ്രിഡ്ജിലൂടെ ഈ ഹാഫ് സെല്ലിലേക്ക് പോവാം. ആ ഹാഫ് സെല്ലിലുള്ള ഒരു അയോണ് ഇതേ സാൾട്ട് ബ്രിഡ്ജിലൂടെ ഇതിലേക്കും വരാം. അതിനൊന്നും ആര് തടസ്സപ്പെടുത്തുന്നില്ല, നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകൾ തടസ്സപ്പെടുത്തുന്നില്ല. അങ്ങനെ അയോണുകളുടെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്താതെ അതേപോലെ തന്നെ റിയാക്ഷനിൽ പങ്കെടുത്താതെ ഇലക്ട്രോലൈറ്റുകളെയാണ് നമ്മൾ ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആണ് പൊട്ടാസ്യം ക്ലോറൈഡും പൊട്ടാസ്യം നൈട്രേറ്റും. അപ്പോൾ വീണ്ടും ഒരു പ്രശ്നമുണ്ട്, നമ്മൾ സാധാരണഗതിയിൽ യു ഷേപ്പിലാണ് ട്യൂബ് വെച്ചത് എങ്കിൽ നമ്മുടെ ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകളൊക്കെ അതിൽ തന്നെ നിൽക്കും. പക്ഷെ അത് ഇൻവേർട്ട് ചെയ്തിട്ട് തിരിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ ഫില്ല് ചെയ്ത സാധനമൊക്കെ ഇതിലൂടെ അങ്ങ് പോകില്ലേ എന്നൊരു സംശയമുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് വെറുതെ അങ്ങ് പൊട്ടാസ്യം ക്ലോറൈഡും പൊട്ടാസ്യം നൈട്രേറ്റും ഫില്ല് ചെയ്യുന്നതിന് പകരം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നെങ്കിൽ അഗാർ അഗാറിൽ അല്ലെങ്കിൽ ജലാറ്റിൻ പൗഡറിൽ മിക്സ് ചെയ്തുകൊണ്ടാണ് ഇതിൽ ഫില്ല് ചെയ്യുന്നത്. ജലാറ്റിൻ പൗഡറോ അഗാർ അഗാർ പൗഡറോ ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലേക്കാണ് പൊട്ടാസ്യം ക്ലോറൈഡ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജലാറ്റിനൊക്കെ ഒരു ജെല്ലി ഫോമിൽ, ഒരു ജെൽ ഫോമിൽ ഇതിനകത്ത് ഫില്ല് ചെയ്യപ്പെടും. അത് പിന്നെ എന്ത് ചെയ്യില്ല, താഴേക്ക് വീണ് പോയില്ല എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെയാണ് ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് നമ്മൾ സാൾട്ട് ബ്രിഡ്ജിൽ ഫില്ല് ചെയ്ത് വെക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയുമ്പോഴാണ് അതിന്റെ കൃത്യമായിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അതെന്താണ്, ഇവിടെ സിങ്ക് ഇലക്ട്രോഡ് ചെയ്യുന്നത് എന്താ, സിങ്ക് ഇലക്ട്രോഡ് 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തിട്ട് Zn2+ ആയിട്ട് മാറുന്നു. അപ്പോൾ ആ Zn2+ എങ്ങോട്ടാ വരുന്നത്, ഇലക്ട്രോലൈറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ Zn2+ വരുന്നതിന്റെ മുന്നേ ഈ ഇലക്ട്രോലൈറ്റിൽ ഉണ്ടായിരുന്ന Zn2+ന്റെയും SO4 എണ്ണം എന്തായിരുന്നു, സെയിം ആയിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു Zn ഓക്സിഡേഷൻ സംഭവിച്ചപ്പോൾ ഒരു Zn2+ കൂടെ ഇതിലേക്ക് വന്നു. അപ്പോൾ Zn2+ന്റെ എണ്ണം ഇവിടെ കൂടി. അങ്ങനെ ഒരുപാട് സിങ്ക് ഓക്സിഡേഷൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന Zn2+ന്റെ എണ്ണം കൂടില്ലേ, കൂടും. അങ്ങനെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന ഇലക്ട്രോണിന് എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്താ, പോസിറ്റീവ് ചാർജ് ഉള്ള Zn2+ അയോണുകൾ ആ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ അങ്ങോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പ്രശ്നം എന്താണ്, ഇവിടെയുള്ള പ്രശ്നം കോപ്പർ 2+ അയോണ് ഇലക്ട്രോൺ വാങ്ങിയിട്ട് എന്തായിട്ട് മാറുന്നു, കോപ്പറായിട്ട് മാറുന്നു. അപ്പൊ കോപ്പർ 2+ കോപ്പറായി മാറുക എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ എണ്ണം കൂടി, SO4 എണ്ണം കൂടി. അങ്ങനെ ഒരുപാട് കോപ്പർ 2+കൾ എന്തായിട്ട് മാറുന്നു, കോപ്പറായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം, ഈ സൊല്യൂഷനിലുള്ള അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിലുള്ള SO4 എണ്ണം കൂടും. SO4 എണ്ണം കൂടിയുള്ള പ്രശ്നം എന്താ, ഇതിലൂടെ വരുന്ന ഇലക്ട്രോണിനെ ഇങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയോ, ഇല്ല. കാരണം എന്താ, SO4 ചാർജ് നെഗറ്റീവ് ആണ്, വരുന്ന ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ അവിടെ റിപ്പൾഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ അട്രാക്ഷൻ ആണ് പ്രശ്നം, അവിടെ റിപ്പൾഷൻ ആണ് പ്രശ്നം. അപ്പൊ അത് പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു Zn2+ എക്സ്ട്രാ ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ്ട്രാ ഉള്ള SO4 എന്ത് ചെയ്യുന്നു, സാൾട്ട് ബ്രിഡ്ജിലൂടെ കയറിയിട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ആ Zn2+നെ വരുന്ന SO4 എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ബാലൻസ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ സാൾട്ട് ബ്രിഡ്ജിനകത്തുള്ള ഇലക്ട്രോലൈറ്റുകൾ ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകളാണ്. അതെന്ത് ചെയ്യുന്നില്ല, അയോണുകളുടെ മൂവ്മെന്റിനെ തടസ്സപ്പെടുത്തുന്നില്ല. അപ്പൊ SO4 കൃത്യമായിട്ട് ഇങ്ങോട്ട് എത്താൻ കഴിയും. അതുവഴി ഓരോ ഹാഫ് സെല്ലിലുള്ള ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് പറയുന്ന കൂട്ടത്തിൽ സാൾട്ട് ബ്രിഡ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. എന്താണ്, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യാൻ സാൾട്ട് ബ്രിഡ്ജ് സഹായിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 ഹാഫ് സെല്ലിലുമുള്ള ഇലക്ട്രോലൈറ്റുകളെ പരസ്പരം മിക്സ് ചെയ്യാതെ തന്നെ ഈ 2 ഇലക്ട്രോലൈറ്റുകൾക്കിടയിൽ അല്ലെങ്കിൽ ഈ 2 സൊല്യൂഷനിടയിൽ ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സാൾട്ട് ബ്രിഡ്ജ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഒന്ന്, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനാണ്. രണ്ട് സൊല്യൂഷനും മിക്സ് ചെയ്യാതെ തന്നെ ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, സാൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ ആണ്. എന്താണ്,
ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്? സാൾട്ട് ബ്രിഡ്ജ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് നമ്മൾ പഠിക്കും? ഈ 3 യൂസ് ഓർത്തു വെക്കണം. ഒന്നാമത്തെ യൂസ് എന്താണ്? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താണ്? പരസ്പരം മിക്സ് ചെയ്യാതെ തന്നെ 2 സൊല്യൂഷൻ ഇടയിലും എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ എന്താ? ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്യാൻ സാൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ? ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇലക്ട്രിക്കൽ എനർജിയും അതേപോലെ തന്നെ കെമിക്കൽ എനർജിയും തമ്മിലുള്ള ഇന്റർ കൺവേർഷൻ അല്ലെങ്കിൽ ഇന്റർ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ 2 തരം സെല്ലുകളെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രോലിറ്റിക് സെല്ലും ഇലക്ട്രോ കെമിക്കൽ സെല്ലും. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുമ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അതിന്റെ എക്സാമ്പിൾ ആണ് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടൈക് സെല്ല്. അതിന്റെ ഒരു ടിപ്പിക്കൽ സിമ്പിൾ എക്സാമ്പിൾ ആണ് ഡാനിയൽ സെല്ല്. ഡാനിയൽ സെല്ല് എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ സിങ്ക് ഡിപ്പ് ചെയ്ത് വെക്കുന്നു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ കോപ്പർ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഉപയോഗിച്ച് അതേപോലെ 2 സൊല്യൂഷനെയും കണക്ട് ചെയ്യാൻ എന്തുണ്ട്? ഒരു സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ സിങ്കിൽ സംഭവിക്കുന്നത് ഓക്സിഡേഷൻ ആണ്, അതുകൊണ്ട് ഇത് ആനോഡ് ആണ്. അതേപോലെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്, അതുകൊണ്ട് എന്താണ്? അത് കാഥോഡ് ആണ്. ഇനി ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയം നടക്കുന്നത് കൊണ്ട് അത് റെഡോക്സ് റിയാക്ഷൻ ആണ്. ഈ റെഡോക്സ് റിയാക്ഷന്റെ ഫലമായിട്ടാണ് ഈ കെമിക്കൽ സെല്ലിൽ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? പിന്നെ നമ്മൾ പറഞ്ഞത് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളത് ഇനേർട്ട് ഇലക്ട്രോലൈറ്റുകളാണ്. ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയോണുകളുടെ മൂവ്മെന്റുകളെ തടസ്സപ്പെടുത്താത്ത, കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഇലക്ട്രോലൈറ്റുകളാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ് എക്സെട്ര എന്ന് പറയുന്നത്. അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരസ്പരം മിക്സ് ആവാതെ തന്നെ 2 സൊല്യൂഷനും ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രിക്കൽ കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേപോലെ ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, ഇത് ആനോഡാണ്, ഇതെന്താണ്? കാഥോഡാണ്. നോർമൽ കേസിൽ നമ്മൾ ആനോഡ് എന്തായിട്ടാണ് എടുക്കാറുള്ളത്? നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കാറുള്ളത്. കാഥോഡ് നെഗറ്റീവ് ആയിട്ടുമാണ് എടുക്കാറുള്ളത്. നമ്മൾ ഇലക്ട്രോലിറ്റിക് സെല്ലാണ് എടുക്കുന്നത് എങ്കിൽ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നമ്മൾ ആനോഡ് ആയിട്ട് എടുക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കാഥോഡ് എന്താ? നെഗറ്റീവാ. പക്ഷേ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ലാണ് എടുക്കുന്നത് എങ്കിൽ അവിടെയുള്ള ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, കാഥോഡിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇത് ഇലക്ട്രോലിറ്റിക് സെല്ലിലുള്ളതല്ല, ഇലക്ട്രോ കെമിക്കൽ സെല്ലിലുള്ളതാണ്. ഓക്കെ, എക്സാമിന് ഈ സംഭവങ്ങൾ തന്നിട്ട് റീഡ്രോ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അവർ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, കാഥോഡിന്റെ ചാർജ് പോസിറ്റീവാ. അപ്പോൾ ഒരു സംശയം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമുക്കറിയാം ഇവിടെയുള്ള സിങ്ക് അല്ലേ ഇലക്ട്രോണിനെ കൊടുക്കുന്നത്. സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോഴല്ലേ ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് സിങ്ക് ആയതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് ചാർജ് വരുന്നത്. ഇവിടെ ആ ഇലക്ട്രോണിനെ വാങ്ങുന്നത് ആരാ? കോപ്പർ 2+ അയോണുകളല്ലേ. അപ്പോൾ ഇലക്ട്രോണിനെ വാങ്ങുന്ന ആളുടെ ചാർജ് പോസിറ്റീവ് ആവണം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡ് ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ.